നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വഴിയോരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന പാൽകുടി മാറാത്ത നായ്ക്കുട്ടികൾക്ക് രക്ഷകരായി അത്തേത്തറ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ സജീവനും അമ്മ ബിന്ദുവും. നമുക്കവരെ പരിചയപ്പെടാം. അമ്മ, ഇത്രയധികം നായ്ക്കൾ എങ്ങനെ ഇവിടെ വന്നു? പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും അക്ക അരിച്ചിട്ട് ഇവിടെ ഉണ്ടാവും. ഞങ്ങളെ വീടൊക്കെ എത്തും. എന്താ വെച്ചാ കാടില്ലേ ഇവിടെ, വീട് ആരും കാണില്ലല്ലോ. അപ്പൊ കാടിന് അവിടെ കൊണ്ടുവിടും. പക്ഷെ നമ്മുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ കാണത്തിന് രാത്രിയും കൊണ്ടുവിട്ട് പോവാ. ഒരു 5 മണിക്കൂർ രാവിലെ ആകുമ്പോഴേക്കും 2-3 എന്തായാലും മരിച്ചിട്ടുണ്ടാവും. വണ്ടി നാളെ ബാലൻസ് നമ്മളെ കാണുന്ന അതിനെ കൊണ്ടുവരും. നമ്മള് പിന്നെ നോക്കിട്ട് കൊണ്ടുപോയി നോക്കാം. ചെറിയ പ്രായത്തിലൊക്കെ എന്ത് ഭക്ഷണം? നമ്മൾ പാല് കൊടുക്കുക. പിന്നെ ഒരു ഏകദേശം ഒരു 3-4 മാസം കൂടി കഴിഞ്ഞ എത്ര നായ്ക്കളുണ്ടാകും? മൊത്തം ഒരു 6 നായ്ക്കളുണ്ട്. നിങ്ങള് സജീവനും അമ്മയും മാത്രമേ ഇവിടെ താമസം? അല്ല, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് ഇവര്? എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും എന്താ വെച്ചാൽ വീട്ടിൽ ഒരാളെ പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ 4 പേര്, പിന്നെ ഇവര് 6 പേര്, മൊത്തം 10 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും തീരെ ചെറുതാരുമില്ല. ഇല്ലില്ല, എല്ലാവരും ഇപ്പൊ ഏകദേശം കുറച്ച് വലുതായി. ഇപ്പൊ ഇനി എന്തായാലും ഇനിയും വരും. ഓരോ ആൾക്കാരിനെ കൊണ്ടുവിടും, പിന്നെ എടുക്കും. അങ്ങനെ തന്നെ ഇപ്പൊ കെട്ടിട സ്ഥലമായത് അവസ്ഥയായി. ഇവരെല്ലാരും കൂടെ തുറന്നു വിടുവോ? നമ്മളിപ്പോ രാത്രി മാത്രം നോക്കിയിട്ട് നമ്മളൊന്ന് നടത്താൻ അവിടെ കൊണ്ടുവിടും. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടുവരും. ഇപ്പൊ വരും, വേറെ ഇടയ്ക്ക് പോകുന്നില്ല. പൂച്ചക്കുട്ടി എങ്ങനെ വന്നു? പൂച്ചക്കുട്ടി ഇവര് 2 ജോഡിയായിട്ട് വന്നേക്കണത്. പാലത്തിനോട് കൊണ്ടുവിട്ട് പോയതാണ്. 2 പേരുണ്ടോ ഇവര്? 2 പേരുണ്ട്. ഒരു ബ്ലാക്ക് കൂടി ഉണ്ടായിരുന്നു. 2 പേരുണ്ട്. തീരെ ചെറുതാണല്ലേ? ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നു. അത് ഇപ്പൊ ഏകദേശം സെറ്റ് ആയി. മൂപ്പര് എലിയൊക്കെ പിടിക്കാറായോ? കുഴപ്പമില്ല. എലിയെ പിടിക്കാറായോ? ചോദിച്ചു പറഞ്ഞാൽ അങ്ങനെ എന്താ ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും ഉപേക്ഷിക്കുകയാണ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കാടുള്ളതുകൊണ്ട് അത് കുറച്ച് വീടുള്ള ഏരിയയിൽ കുറച്ച് നോക്കാൻ വെച്ചാൽ പിന്നെ അവർ നോക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കുക. അതായത് വീടുള്ള സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക. കാട്ടിനവിടെ കൊണ്ട് വിട്ടു പറഞ്ഞാൽ എന്താ വെച്ചാൽ രാത്രി എന്ത് കിട്ടിയ നമ്മള് മാക്സിമം എന്ത് കിട്ടിയാലും ഇപ്പോ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടേക്ക് വരുമ്പോ നമ്മള് എന്താ വെച്ചാ പട്ടിണിക്കിടില്ല. നമ്മളെന്താ വെക്കുന്നത് അതിനൊരു ആദ്യം. സജീവൻ ഇത് ജോലി ചെയ്യുന്നത്? ഞാൻ അക്കൗണ്ട്സിലായിരുന്നു. പ്രൈവറ്റ് ജോലിയാണോ? അത് പ്രൈവറ്റ് ആണത്. എന്താ വെച്ചാൽ ഒരു ടാറ്റർ ഒരു വെസ്റ്റേൺ ഷോപ്പുണ്ട് തൃശ്ശൂർ. അവിടെ അക്കൗണ്ട് സെക്ഷനിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാഫോണ്ട് വർക്ക് ചെയ്ത് പോകുന്നത്. അനിയനും പാലുകൂടി മാറാത്ത പിഞ്ചു നായക്കുട്ടികളെ ഉപേക്ഷിച്ചത് എടുത്തു വളർത്തുന്ന സജീവനും വീട്ടുകാർക്കും ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം.